ഹായ് മക്കളെ, അപ്പൊ നമ്മുടെ മോഡൽ എക്സാം പ്രാക്ടിക്കൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്കൂളുകളിലും കെമിസ്ട്രി കഴിഞ്ഞിട്ടുണ്ട്, കെമിസ്ട്രി തുടങ്ങിയിട്ടുണ്ട്, പല സബ്ജക്റ്റുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ കെമിസ്ട്രിയുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കാണിക്കുന്നത്. ഇത് തന്നെയാണ് പബ്ലിക് എക്സാമിന് ചോദിക്കുക. സോ ഈ ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോ മാർക്കും എവിടെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം. Yes. ആദ്യത്തെ ചോദ്യം, estimate the mass of sodium hydroxide in the whole of the given solution and you are provided with a standard solution of hydrochloric acid containing 3.7 gram per liter. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ NaOH മാസ് എസ്റ്റിമേറ്റ് ചെയ്യാനാണ് ഈ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ HCl ആണ്. അതായത് നമുക്ക് കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. അത് HCl ആണ്. ആദ്യത്തെ 5 മിനിറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ടൈട്രേഷന്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതി കൊടുക്കലാണ്. എസ്റ്റിമേഷൻ ഓഫ് NaOH പ്രിൻസിപ്പിളും പ്രൊസീജിയറും റെഡി അല്ലേ? അപ്പൊ അവിടെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നോക്കാം. ശ്രദ്ധിച്ചു കേട്ടോ. ഈ ഒരു പാറ്റേണിലായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. ഈ പറയുന്ന പോയിന്റുകളെ നിങ്ങൾ സെന്റൻസ് ആക്കിയാൽ മതി. ആദ്യം നിങ്ങളുടെ പ്രൊസീജിയറിൽ, നിങ്ങളുടെ പ്രിൻസിപ്പിളും പ്രൊസീജിയറിലും എന്തൊക്കെ കാണാൻ ചോദിച്ചാൽ, ഒന്ന് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉണ്ടായിരിക്കണം. എന്താ ഇവിടുത്തെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? ആസിഡ് ബേസ് ടൈട്രേഷൻ ആണ്. ഇവിടുത്തെ ബേസ് ഈസ് NaOH ആസിഡ് ആയിട്ടുള്ള HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യാണ്. മക്കളെ, എന്താ പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? ദാ ഈ OH-ഉം H-ഉം ചേർന്ന് വെള്ളമാകും, വാട്ടർ ആകും. പിന്നെയുള്ളത് NaCl ആണ്. സോ സോൾട്ടും വാട്ടറും ഫോം ചെയ്യും. NaCl ആൻഡ് വാട്ടർ, ഇതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്ട്സ്. ദിസ് ഈസ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. ഓക്കെ, ഇത് എഴുതി വെച്ചാൽ കിട്ടും 1 മാർക്ക്. ഇനി നിങ്ങളുടെ പ്രൊസീജിയറിൽ ഉണ്ടായിരിക്കേണ്ടത്, ഒന്ന് പിപ്പറ്റിൽ എടുക്കുന്ന സൊല്യൂഷൻ. നോർമലി ആസിഡ് ബേസ് ടൈട്രേഷനുകളിൽ ആസിഡ് ബ്യൂററ്റിലും ബേസ് പിപ്പറ്റിലുമാണ് നോർമലി നമ്മൾ എടുക്കാറ്. ഇവിടെ പിപ്പറ്റിൽ എടുക്കുന്നത് ബേസ് ആണ്. ബേസ് ഇസ് NaOH ആണ് നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്യുന്ന സൊല്യൂഷൻ. അത് നിങ്ങളുടെ ആ ഒരു പ്രൊസീജിയറിൽ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിരിക്കണം. 1/2 മാർക്ക് അതിനുണ്ട്. ഇനി ബ്യൂററ്റിൽ എടുക്കുന്ന സൊല്യൂഷൻ ഉണ്ടായിരിക്കണം. HCl ആണ് നമ്മൾ ബ്യൂററ്റിൽ എടുക്കുന്നത്. അത് നിങ്ങളുടെ പ്രൊസീജിയറിൽ ഉണ്ടായിരിക്കണം. ഇൻഡിക്കേറ്റർ ഏതാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ആസിഡ് ബേസ് ടൈട്രേഷനുകളിൽ നമ്മൾ മീഥൈൽ ഓറഞ്ചും യൂസ് ചെയ്യും, ഫിനോൾഫ്തലീനും യൂസ് ചെയ്യും. ഇത് സ്ട്രോങ് ആസിഡ് വേഴ്സസ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണ്. ഇവിടെ നമുക്ക് ഫിനോൾഫ്തലീൻ യൂസ് ചെയ്യാം. ഓക്കെ, ഫിനോൾഫ്തലീൻ യൂസ് ചെയ്യാം. ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഫിനോൾഫ്തലീനും മീഥൈൽ ഓറഞ്ചും ഏതൊക്കെ ടൈട്രേഷനുകളിലാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ആപ്പ് ലൈവുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, അപ്പൊ ഫിനോൾഫ്തലീൻ അത് എഴുതിയാൽ 1/2 മാർക്ക്. മീഥൈൽ ഓറഞ്ച് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷനുകളിൽ യൂസ് ചെയ്യാറുണ്ട്. ഇനി കളർ ചേഞ്ച് എന്താണ്? ഫിനോൾഫ്തലീൻ ബേസിൽ കാണിക്കുന്ന കളർ അല്ലെങ്കിൽ ആൽക്കലിയിലെ അതിന്റെ കളർ പിങ്ക് ആണ്. അപ്പൊ ഇവിടുത്തെ കളർ ചേഞ്ച് എന്ന് പറയുന്നത് പിങ്ക് ടു കളർലെസ് ആണ്. പിങ്കിൽ നിന്നും കളർലെസ് ആയിട്ടാണ് മാറുക. പിങ്ക് ടു കളർലെസ്. റെഡി അല്ലേ? അപ്പൊ ഇങ്ങനെ മൊത്തം 1 മാർക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷന്. ഈ ഓരോന്നിനും 1/2 മാർക്ക് വെച്ചിട്ട് 3 മാർക്കാണ് പ്രിൻസിപ്പിളിനും പ്രൊസീജിയറിനും കിട്ടുക. ഇതില് ഈ 5 പോയിന്റുകൾ കൃത്യമായും നിങ്ങൾ ഉണ്ടായിരിക്കണം, എഴുതിയിരിക്കണം. 3 മാർക്ക് കിട്ടും. റെഡി അല്ലേ? പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. വോളിമെട്രിക് അനാലിസിസ് അതിന്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും മാത്രമാണ് ആദ്യ 5 മിനിറ്റിൽ എഴുതി കൊടുക്കേണ്ടത്. ക്വാളിറ്റേറ്റീവിന്റെ വേണ്ട. ക്വാളിറ്റേറ്റീവ് ഏതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാറ്റയോൺ, ഏതാണ് ആനയോൺ എന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം അതിന്റെ ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. റെഡി അല്ലേ? യെസ്. അപ്പോ എന്താണ് കിട്ടിയിരിക്കുന്നത്, കാറ്റയോൺ ഏതാണ്, ആനയോൺ ഏതാണെന്ന് ഡിറ്റക്ട് ചെയ്യണം. അതിന് 16 മാർക്കാണ് പറയുന്നത്. അതിന് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് വേണം, കൺഫർമേറ്ററി ടെസ്റ്റ് വേണം. കാറ്റയോണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഏതാണ്, 0th ഗ്രൂപ്പ് ആണോ, 3rd ഗ്രൂപ്പ് ആണോ, 4th ഗ്രൂപ്പ് ആണോ എന്നുള്ള ഗ്രൂപ്പ് അനാലിസിസും കാര്യങ്ങളും വേണം. അതേപോലെ വൈവയ്ക്ക് 2 മാർക്കാണ്. പ്രാക്ടിക്കൽ നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും, 4 മാർക്കാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടെ ആദ്യം നിങ്ങൾ നോർമാലിറ്റി കണ്ടുപിടിക്കേണ്ടത് HCl-ന്റെ ആണ്. അതിനുശേഷം സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ നോർമാലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി കൂടുതൽ കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരം 7:30 നടക്കാൻ പോകുന്ന ലൈവിൽ ഡിസ്കസ് ചെയ്യും. അതേപോലെ നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിന്റെയും, ബോട്ടണിയുടെയും സുവോളജിയുടെയും ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ഒക്കെ റെക്കോർഡഡ് വീഡിയോസും ലൈവ് ക്ലാസ്സുകളും ആപ്പിൽ അവൈലബിൾ ആണ്. 99 rupees നിങ്ങൾക്ക് അതിന്റെ ആക്സസ് എടുക്കാവുന്നതാണ്. സോ നന്നായിട്ട് പെർഫോം ചെയ്യുക. ഏറ്റവും നന്നായിട്ട് മോഡലും പബ്ലിക്കും അറ്റൻഡ് ചെയ്യുക. ഫുൾ മാർക്ക് ഉറപ്പിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.